അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പഠനമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള പള്ളികൾ, മസ്ജിദുകൾ, അത് ആദ്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ഭവനം, വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല അവൻ്റെ കലാമിലൂടെ പരിചയപ്പെടുത്തിയ മസ്ജിദുകൾ, പള്ളികൾ. അതിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ട ഭവനം തന്നെയാണ്. നമുക്കറിയാം, ആ ഭവനം പരിശുദ്ധമായ കഅബയാണ്. വിശുദ്ധ ഖുർആനിൽ മസ്ജിദുൽ ഹറം, കഅബ, ഈ പറയപ്പെടുന്ന ആ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമും കഅബയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പള്ളിയാണ്, ആദ്യമായി അള്ളാഹുവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ മസ്ജിദുൽ ഹറാം എന്ന് 15 പ്രാവശ്യം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പേരാണ് ബൈത്ത്, അൽ ബൈത്ത് എന്ന് അള്ളാഹു, അത് വിശുദ്ധ ഖുർആനിൽ 13 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അള്ളാഹു പറഞ്ഞത് കഅബ എന്നാണ്. സൂറത്തുൽ മാഇദയിൽ 2 സ്ഥലങ്ങളിലാണ് കഅബ എന്ന് പറയുന്ന പദം അള്ളാഹു തആല ഉപയോഗിച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ മസ്ജിദുൽ ഹറമും കഅബത്തു ശരീഫയുമായി ബന്ധപ്പെട്ട് 30 പ്രാവശ്യം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഭൂമി ലോകത്ത് ആദ്യമായി അള്ളാഹുവിന് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ടത് ഇബാദത്തിനു വേണ്ടി കഅബയാണ് എന്ന് പറയുമ്പോൾ മലക്കുകളാണ് ആദ്യമായി കഅബാലയം നിർമ്മിക്കുന്നത്. അലി ബിൻ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അഥവാ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിലൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, അർശിന്റെ താഴ്ഭാഗത്ത് 7ാം ആകാശത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ 7ാം ആകാശത്ത് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു ഭവനമുണ്ട്. ആ ബൈത്തുൽ മഅമൂറിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, ആ പള്ളി നിർമ്മിച്ചത് മലക്കുകൾക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. ആ ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴ്ഭാഗത്ത് ഭൂമിയിൽ അതേ രൂപത്തിലും കോലത്തിലും ഭാവത്തിലും ശൈലിയിലും ഒരു ഭവനം അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കണമെന്ന് മലക്കുകളോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു. മലായിക്കത്തുകൾ ആ കഅബാലയത്തെ നിർമ്മിക്കുന്നു. അത് പരിശുദ്ധമായ ബൈത്തുൽ മഅമൂറിന്റെ അതേ ശൈലിയിലാണ്. ഭൂമിയിൽ അല്ലാഹു തആല ഈ കഅബാലയത്തിന്റെ നിർമ്മാണം മലക്കുകളെ കൊണ്ട് നിർമ്മിച്ച് പൂർത്തീകരിച്ചപ്പോൾ ഭൂമിയിലുള്ളവർക്ക് ആ കഅബയെ തവാഫ് ചെയ്യാനും ആ പരിശുദ്ധമായ കഅബയിൽ ഇബാദത്തെടുക്കാനും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി. ആകാശലോകത്തെ ബൈത്തുൽ മഅമൂറിൽ മലായിക്കത്തുകളാണ് ഇബാദത്തെടുക്കുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ആദ്യമായി ഭൂമിയിൽ പണികഴിപ്പിക്കപ്പെട്ട ഭവനത്തിൽ മനുഷ്യരോട് അല്ലാഹു തആല ഇബാദത്തെടുക്കാൻ പറഞ്ഞു. മലായിക്കത്തുകളും തവാഫ് ചെയ്യുന്നുണ്ട്, മലക്കുകളും കഅബയെ വലയം ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈത്തുൽ മഅമൂറിന്റെ പ്രത്യേകത, ഒരിക്കൽ ബൈത്തുൽ മഅമൂറിൽ പ്രവേശിച്ച മലക്കിന് ലോകം അവസാനിക്കുന്നതുവരെയും അതിൽ പ്രവേശിക്കുക സാധ്യമല്ല. അത്രയും എണ്ണമാണ് മലായിക്കത്തുകൾക്ക് അല്ലാഹു തആല, അത്രയും മലക്കുകളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നറിയുക, ആ കഅബാലയത്തെ ബൈത്തുൽ മഅമൂറിന്റെ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ ബൈത്തുൽ മഅമൂറിന്റെ അതേ കോലത്തിൽ കഅബാലയത്തെ അല്ലാഹു തആല പണി കഴിപ്പിച്ച് ആ കഅബാലയത്തിൽ പ്രവേശിപ്പിക്കാൻ അല്ലാഹു നിർബന്ധമായി പറഞ്ഞത് ആയുസ്സിൽ ഒരൊറ്റ പ്രാവശ്യമാണ്. കാരണം ബൈത്തുൽ മഅമൂറിലും ഒരൊറ്റ പ്രാവശ്യമാണ് മലക്കുകൾ കയറുന്നത്. അതുകൊണ്ട് തന്നെ കഅബാലയത്തിലും ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം കയറിയാൽ മാത്രം മതി നിർബന്ധമായി. അത് കഴിഞ്ഞാൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമല്ല, അത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്
മലക്കുകൾ കഅബാലയം നിർമ്മിച്ചത്. രണ്ടാമത് കഅബയുടെ നിർമ്മാണം നടക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഏകാന്തതയിൽ ഈ ഭൂമിയിൽ വന്ന് ഏകാന്തനായി ആദം നബി അലൈഹിസ്സലാമിന്റെ എല്ലാ മാനസികമായ വ്യഥകളും മാറ്റിക്കൊടുക്കാൻ അല്ലാഹു തആല കാണിച്ചു കൊടുത്ത ഭാഗത്ത് കഅബയുടെ പണി നടത്തുകയാണ്. അപ്പൊ രണ്ടാമതായി കഅബയുടെ നിർമ്മാണം നടത്തിയത് ആദം നബിയാണ്. മൂന്നാമതായി കഅബയുടെ നിർമ്മാണം നടത്തിയത് ശീസ് നബി അലൈഹിസ്സലാമയാണ്. നമുക്കറിയാം ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളായി 20 പ്രസവത്തിലായി 20 പ്രസവത്തിലായി ഒരു ആണും ഒരു പെണ്ണും എന്നുള്ള നിലയിലാണ് പ്രസവിക്കപ്പെടുക. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിന് ഒരാണും ഒരു മകനും എന്നുള്ള ഒരാണും ഒരു പെണ്ണും എന്നുള്ള നിലയിൽ ഈ 2 മക്കളെയാണ് അള്ളാഹു താല ഒരു പ്രസവത്തിൽ നൽകുക. അങ്ങനെ 10 പ്രസവത്തിൽ ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവിക്കും 20 മക്കൾ ഉണ്ടാവുന്നു. അതിൽ ഒരു മകനെയാണ് കാബീല് കൊന്ന് ഹാബീൽ എന്ന് പറയുന്ന മകനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ കൊല്ലുമ്പോൾ കേവലം നമുക്കറിയാം അവിടെ ആണിനേക്കാൾ ഒരു പെണ്ണ് അധികമാകുന്നു. ഒരു ആണിന്റെ കുറവ്, ഹാബീൽ എന്ന് പറയുന്ന ഒരു മകന്റെ കുറവ് പരിഹരിക്കുന്നതിനു വേണ്ടി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ 11ാമത് പ്രസവിക്കുമ്പോൾ ആ പ്രസവത്തിൽ അല്ലാഹു തആല അവന്റെ ഹിക്മത്ത് ഒരു ആൺകുട്ടി മാത്രമാണ് ജനിച്ചത്, പെൺകുട്ടിയില്ല. ആ ജനിച്ച കുട്ടിയാണ് ശീസ് നബി അലൈഹിസ്സലാം. ഇവിടെ ശീസ് നബിയുടെ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ നിർമ്മാണം 3ാമതായിട്ട് നടക്കുന്നു. 4ാമതായി നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കഅബാലയത്തിന്റെ നിർമ്മാണം നടത്താൻ പറഞ്ഞു. 5ാമത് അമാലിക വിഭാഗം, അമാലിക ഗോത്രം, അവർ കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്തു വരുമ്പോഴാണ് ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും കാണുന്നത്. ചരിത്രം നമുക്കറിയാം. അമാലിക ഗോത്രം കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തി. ആ അമാലിക ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി കല്യാണം കഴിച്ചത്. 6ാമതായി കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ജുർഹും വംശജരാണ്. 7ാമതായി നടത്തുന്നത് നബിതങ്ങളുടെ പിതാമഹനായ ഖുസൈ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് 8ാമതായി ഖുറൈശികൾ കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തി. അന്ന് ഹബീബായ നബിതങ്ങൾക്ക് വയസ്സ് 35. നുബുവത്തിനും 5 വർഷം മുമ്പാണ്. ആ സമയത്താണ് ഹജറുൽ അസ്വദ് വയ്ക്കുന്ന ചർച്ച തർക്കത്തിൽ അവസാനിക്കുകയും ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് ഇന്നിരിക്കുന്ന ഭാഗത്ത് ഒരു വലിയ പ്രവാചകന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ ഇടപെടലിലൂടെ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം 9ാമതായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് 10ാമതായി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഭരണകാലത്ത് കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തി. അതിനുശേഷം ഹാറൂൺ റഷീദിന്റെ ഭരണം വരുന്ന സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഇമാമായിരുന്നത് മസ്ജിദുൽ ഹറമിന്റെ ഇമാം മാലിക് റഹിമഹുള്ളയാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹാറൂൺ റഷീദ് ഈ കഅബയുടെ നിർമ്മാണം ഒന്നുകൂടി നടത്തണമെന്ന് ആഗ്രഹം അറിയിക്കുമ്പോൾ വരുന്ന രാജാക്കന്മാർക്ക് മാറി മാറി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മാണം നടത്താനുള്ളതല്ല, നിങ്ങളുടെ ഭൗതികമായ സമ്പത്തിന്റെയും അതുപോലെ തന്നെ മിടുക്കിന്റെയും ഒക്കെ ഒരു തെളിവായി കഅബാലയത്തെ മാറി മാറി നിങ്ങൾ നിർമ്മാണം നടത്താനും അത് ഇടിക്കാനും ഒന്നും അനുവദിക്കുകയില്ല എന്ന ഇമാം മാലിക്കിന്റെ ക്രിയാത്മകമായ ഇടപെടലും അദ്ദേഹത്തിന്റെ ഷാഠ്യവുമാണ് ഇന്ന് കാണുന്ന അതേ കോലത്തിൽ കഅബാലയത്തിനെ 10ാമത്തെ നിർമ്മാണത്തിൽ അവസാനിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് ചില നിർമ്മാണങ്ങളൊക്കെ നടന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. പക്ഷേ പരിശുദ്ധമായ കഅബാലയത്തെ അല്ലാഹു തആല ഭൂമി ലോകത്ത് ആദ്യമായി പണി കഴിപ്പിക്കുന്നത് അവന് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മസ്ജിദുൽ ഹറം എന്ന് 15 ഭാഗങ്ങളിലും ബൈത്ത് എന്ന് 13 സ്ഥലങ്ങളിലും കഅബ എന്ന് 2 സ്ഥലങ്ങളിലും പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ, ഓർമ്മ ശരിയാണെങ്കിൽ 30ഓളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. അവിടെ എത്തിച്ചേരാൻ അമ്നാണ്, നിർഭയത്വമാണ് എന്ന് ഖുർആൻ എന്ന് പറഞ്ഞാൽ കഅബയുടെ മുറ്റത്തോ മസ്ജിദുൽ ഹറമിലോ വാപ്പയുടെ ഘാതകനെ കണ്ടാൽ പോലും പ്രതിരോധിക്കുകയോ പ്രതിഷേധിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യില്ല എന്ന മുൻഗാമികളായ പൂർവ്വസൂരികളുടെ സംസാരം.
അത്രയും ആദരിക്കപ്പെടുന്ന, അമ്നായി നിർഭയത്വമായി എല്ലാവർക്കും നിർഭയത്വം നൽകുന്ന പരിശുദ്ധമായ ആ കഅബ അള്ളാഹു നമുക്ക് നിറകണ്ണുകളോടെ കാണാനും ആ കഅബയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മത്താഫിൽ തവാഫ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആല 60 നന്മയും, അവിടെ നമസ്കരിക്കുന്നവർക്ക് 40 നന്മയും, ഒപ്പം കണ്ടുകൊണ്ട് കഅബയെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് 20 നന്മയും, അങ്ങനെ 120 നന്മയാണ് അള്ളാഹു ആ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലും കഅബാലയത്തിന്റെ പരിസരത്തിലും ഒരു സമയം തന്നെ ഇറക്കുന്നത്. അവിടെ എത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.